ഏതായി കാശ്? സാർ ഇത് വാങ്ങ. എന്തിന്? എനിക്കെന്തിനായി കാശ്? ഞാൻ സാറിന്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്തില്ലേ? സാറിനും സാറിന്റെ അമ്മയ്ക്കും PK സാറിനും ആഹാരം ഉണ്ടാക്കി തന്നില്ലേ? അതിന് എനിക്ക് കിട്ടിയ ശമ്പളമായത്. നീ എന്തേ പറയുന്നേ? വീട്ടിൽ വന്ന് ഞങ്ങളെ സഹായിച്ചതിന് നിനക്ക് ശമ്പളം തന്നോ? ആര്? മുക്ത ഇതെന്റെ കയ്യിൽ തന്നത്. കൈലാഷ് സാറിന്റെ അമ്മ തന്നയച്ചതാണെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ സാറിന്റെ വീട്ടിൽ വന്ന് അടുക്കളപ്പണി ചെയ്തത് ഈ പണത്തിന് വേണ്ടിയല്ല. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നില്ലേ, അത് സാറ് കാരണ. എന്നെ കൊല്ലാൻ വന്ന ഗുണ്ടകളിൽ നിന്നും സാറ് രക്ഷിച്ചോണ്ടാ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. അതിന് ഞാൻ പ്രത്യുപകാരം ചെയ്തതാ. പക്ഷെ സാറിന്റെ അമ്മ എന്നെ വെറും അടുക്കളക്കാരിയാക്കി. ഞാൻ അവിടെ ജോലി ചെയ്ത ദിവസങ്ങൾ എണ്ണി കൃത്യമായിട്ട് ശമ്പളം കൊടുത്തയച്ചു. ഈ ഗാർമെന്റ്സിൽ നിന്ന് എന്നെ ഒരിക്കലും പടിയിറക്കി വിട്ടതാ. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടാ ഞാനിവിടെ ജോലിക്ക് വന്നത്. അതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വന്നതിന്റെ സങ്കടത്തില് ബസ് കയറാൻ നിൽക്കുമ്പോ സാറ് അവിടെ വന്ന് എന്നെ തിരിച്ചു വിളിച്ചത്. സാറിനോട് അതിനുള്ള നന്ദി കാണിക്കാൻ വേണ്ടിയാ സാറിന് വേണ്ടതെല്ലാം ഞാൻ വെച്ചുണ്ടാക്കി തന്നത്. പക്ഷെ സാറിന്റെ അമ്മ അത് മനസ്സിലാക്കിയില്ല. കാശിന് വേണ്ടി ഒരേ സമയം അവിടെ ഇവിടെയും ജോലി ചെയ്യുന്ന അത്യാർത്ഥിക്കാരിയ സാറിന്റെ അമ്മയുടെ കണ്ണിൽ ഞാൻ. കരുണാകരൻ സാർ മുക്തയൊക്കെ എന്നെ പട്ടിക്കാട്ടുകാരി എന്നാ വിളിക്കുക. പക്ഷെ ആ നാട്ടില് ജനിച്ചു വളർന്നത് എന്റെ ഭാഗ്യാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാളൊരു സഹായം ചെയ്തെന്നാ മരിക്കുന്നത് വരെ അത് മറക്കാൻ പാടില്ലെന്നാ ആ നാടെന്നെ പഠിപ്പിച്ചത്. നമ്മളോട് സ്നേഹം കാണിച്ചവരോട് തിരിച്ച് നമ്മൾ നന്ദി കാണിക്കണമെന്ന് ആ നാട് എന്നെ പഠിപ്പിച്ചത്. കള്ളി എന്ന് പറഞ്ഞ് കരുണാകരൻ സാറും മുക്തയും കൂടി ഇറക്കി വിട്ട എന്നെ സാറ് വന്ന് തിരിച്ചു വിളിച്ചപ്പോ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്റെ ജോലി മാത്രല്ല, നഷ്ടപ്പെട്ടു പോയ എന്റെ നല്ല പേരും കൂടിയാ. അതിന്റെ നന്ദി വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത് കൊണ്ടാ ഞാൻ സാറിന്റെ വീട്ടില് അടുക്കളക്കാരിയായത്. മുക്ത ഈ ശമ്പളക്കാശ് കയ്യിൽ വെച്ച് തന്നപ്പോ അന്ന് കരഞ്ഞതിനേക്കാളും ഞാൻ ഉറക്കെ കരഞ്ഞുപോയി എന്റെ മനസ്സില്. ഞാൻ അറിഞ്ഞില്ല പാറു, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നില്ല. പാറുവിന് ഓർമ്മയില്ലേ, ജോലിക്കാരിയായി വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് മമ്മി പാറുവിനോട് ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞത് പാറുവല്ല, ഈ ഞാനാ. കാരണം പാറുവിന് ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരിക്കുന്ന സ്ഥാനം ഒരടുക്കളക്കാരിയുടേതല്ല. സാറിനോട് എനിക്ക് പരാതിയില്ല, എനിക്ക് ആരോടും പരാതിയില്ല. സങ്കടമേ ഉള്ളൂ. ഇല്ലായ്മയുടെ നടുവില് ജനിച്ചു വളർന്നവള് തന്നെയാ ഞാൻ. വീട്ടില് കടവും കഷ്ടപ്പാടും ഒക്കെയുണ്ട്. സാറിന്റെ അമ്മ കൊടുത്തയച്ച ഈ പണം എനിക്ക് വലിയ തുകയാ. പക്ഷെ സാറിനെ വെച്ചുണ്ടാക്കി തന്നതിന്റെ കൂലിയായിട്ട് ഞാനിത് സ്വീകരിച്ച ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി കെട്ടവള്. എനിക്ക് നന്ദി കെട്ടവളാകാൻ വയ്യ സാർ. സാർ ഇത് വാങ്ങണം.